മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് ഡയറക്ട് സെല്ലിംഗ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളൊരു ബിസിനസ്സുകാരനാണെന്ന് കരുതുക. ഒരു ടെക്സ്റ്റൈൽസോ അല്ലെങ്കിൽ ഒരു ജ്വല്ലറിയോ അതല്ലെങ്കിൽ ഒരു പലചരക്ക് കടയോ ഒന്നും വേണ്ട, ഒരു ചായക്കട നടത്തുന്ന ആളാണെന്ന് കരുതുക. നിങ്ങളുടെ ബന്ധുവോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തോ വന്ന് തൊട്ടടുത്ത് ഒരു ചായക്കടയോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന അതേ ബിസിനസ് ആരംഭിച്ചാൽ നിങ്ങൾക്ക് അവരോട് സന്തോഷമാണോ തോന്നുന്നത്, ദേഷ്യമാണോ തോന്നുന്നത്? സാധാരണ രീതിയിൽ ഒരു മനുഷ്യ സഹജമായ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം തോന്നും. കാരണം ഞാൻ തുടങ്ങിയ അതേ കാര്യം എന്റെ തൊട്ടടുത്ത് ഒന്ന് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കാണ് അത് എന്റെ ബിസിനസിനെ ബാധിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കാണ് നമുക്ക് അവരോട് ദേഷ്യമാണ് തോന്നും. നമ്മുടെ ചിന്ത മുഴുവൻ എങ്ങനെ അവരെ ഇവിടുന്ന് ഒഴിവാക്കാം എന്നതായിരിക്കും നമ്മുടെ ചിന്ത. കാരണം ആ ആൾ മാറിയാൽ മാത്രമേ എന്റെ ബിസിനസ് കൂട്ടാൻ എനിക്ക് സാധിക്കൂ, അല്ലെങ്കിൽ എന്റെ ബിസിനസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പോകും. അപ്പൊ നമുക്ക് അവരെ സഹായിക്കാൻ സാധിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ കടകൾ, അങ്ങാടികളിലൊക്കെ ഒരുപാട് മൊബൈൽ ഷോപ്പുകൾ വരുന്നു, പൂട്ടി പോകുന്നു, അല്ലെ? അല്ലെങ്കിൽ ഒരുപാട് ബേക്കറികൾ വരുന്നു, പൂട്ടി പോകുന്നു, അല്ലെങ്കിൽ ഒരുപാട് ഹോട്ടലുകൾ വരുന്നു, പൂട്ടി പോകുന്നു. ഇപ്പൊ ഒരു 10 കട തുടങ്ങുന്നുണ്ടെങ്കിൽ 10 ടെക്സ്റ്റൈൽസ് ആരംഭിക്കുന്ന ഒരു അങ്ങാടിയിൽ 10 ടെക്സ്റ്റൈൽസ് ആരംഭിക്കുന്നതിൽ അതിൽ 8 പൂട്ടി പോകുമ്പോൾ ബാക്കി 2 മാത്രമാണ് സക്സസ് ആവുന്നത്. ഈ 2 സക്സസ് ആവുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് എങ്ങനെ ചെയ്യണമെന്നും എന്തൊക്കെ ചെയ്യണമെന്നും എവിടെ ചെയ്യണമെന്നും ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള നോളജ് ഉള്ളത് കൊണ്ടാണ് അവർ സക്സസ് ആകുന്നത്. എന്നാൽ ഈ 8 പേര് തോറ്റതിന്റെ കാരണം അവർക്ക് ഇത് എങ്ങനെ ചെയ്യണം, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് അറിയാത്തത് കൊണ്ട് അവർ തോറ്റു പോകുന്നു. അപ്പൊ എന്റെ ഒരു ചോദ്യം എന്താ വെച്ചാൽ, ഈ ജയിച്ച 2 വ്യക്തികൾ, ഈ 2 ജയിച്ച കടക്കാരൻ വിചാരിക്കുകയാണ് ഞാൻ ജയിക്കാൻ എടുത്ത ഐഡിയ അല്ലെങ്കിൽ ഞാൻ ജയിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ ആ